ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ₹1 പോലും ചിലവില്ലാതെ എങ്ങനെ നമുക്ക് ചീര കൃഷി ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള പലചരക്ക് കടകളിൽ നിന്നും വെറുതെ അവർ വേസ്റ്റാക്കി കളയുന്ന കുറച്ച് ബോട്ടിൽസാണ്. ഈ ബോട്ടിൽസിൻ്റെ അടിയിൽ നമുക്ക് 2 ഹോളിട്ട് കൊടുക്കാം. ആദ്യം പപ്പടക്കോല് വെച്ചിട്ട് 2 ഹോളിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അടിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന കരിയില, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമാണ് കരിയില. ആ കരിയില നിറച്ച് കൊടുക്കുക. ഞാനിതിൻ്റെ വായു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം ഇല നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വായു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കരിയില നിറച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ല മണ്ണ്, ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടുംകാട്ടം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ് ഇതൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ്. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി അത് ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കുക. കരിയില ഇട്ട് വെച്ചിട്ടുള്ള ആ ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കുക. ഈ മണ്ണ് ഞാനിതിന് മുമ്പ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന മണ്ണാണ്. ആ വിളവെല്ലാം കഴിഞ്ഞ ശേഷം ആ മണ്ണ് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ കരിയില കമ്പോസ്റ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള മണ്ണാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ നമുക്ക് ഈ മണ്ണ് തന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. നല്ല വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി അതിൽ നമുക്കിനി ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബോട്ടിലുകളിലേക്ക് മണ്ണ് നിറച്ച ശേഷം ആ മണ്ണൊന്ന് നനച്ചു കൊടുക്കുക. നല്ല വൃത്തിയായിട്ട് തന്നെ ആ മണ്ണൊന്ന് നനയ്ക്കുക. കൃഷിക്കായിട്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കൃഷിച്ചട്ടികളിലും അല്ലെങ്കിൽ എൻ്റെ എല്ലാ ചെടിച്ചട്ടികളിലും ചീര മുളച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ചീരയുടെ വിത്ത് വീണിട്ട് ആ ചീര എല്ലാ ചെടിച്ചട്ടികളിലും മുളച്ച് നിൽക്കുന്നുണ്ടാവും. സാധാരണ ഈ ചീര ഞാൻ പറിച്ച് കളഞ്ഞ് 1-2 ചീര മാത്രം നിർത്താറാണ് പതിവ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചീര എടുത്തിട്ട് മാറ്റി നടാം. അപ്പോൾ ചീര പറിക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിന്ന് ഓരോ ചീരയായിട്ട് പറിച്ച് മാറ്റിയെടുക്കാം. കണ്ട, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ചീരകൾ നമുക്ക് ഇതിന്ന് പറിച്ച് മാറ്റിയെടുത്തിട്ട് ആ ബോട്ടിൽ കൊണ്ടുപോയിട്ട് നടാം. നിറയെ മുളച്ചിട്ടുണ്ടാവും ചീര കേട്ടോ. അതിൻ്റെ ഇടയിലൊരു ചുമന്ന ചീരക്കുട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ചീരയെല്ലാം നമുക്ക് എടുത്തിട്ട് ഓരോ ബോട്ടിലുകളിലായിട്ട് നട്ടു കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഓരോ ഹോളുണ്ടാക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ ഹോളുകളിലേക്ക് നമ്മൾ പറിച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ചീരകൾ വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ബോട്ടിലും നമുക്ക് ചീര നട്ടു കൊടുക്കാം. അതിന് ശേഷം ചീര നട്ട ശേഷം നമുക്കിതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കാം. കണ്ടോ, ₹1 പോലും നമുക്ക് ചിലവില്ലാതെ നല്ല ചീര നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടും.